आप जब कोई सामान खरीदते हैं तो सामान खरीदते समय एक चीज जरूर देखिए, क्या उसमें हलाल सर्टिफिकेशन तो नहीं लिखा हुआ है। करेंगे साबुन का भी हलाल, कपड़े का भी हलाल, दियसलाई का भी हलाल। 25,000 करोड़ रुपए देश के अंदर हलाल सर्टिफिकेशन से होता है और भारत सरकार की या राज्य सरकार की किसी भी एजेंसी ने उन्हें मान्यता नहीं दी है। ये सारा का सारा पैसा आतंकवाद के लिए, लव जिहाद के लिए और धर्मांतरण में। ഇതാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലായി എന്തെങ്കിലും? ഹലാൽ ബോർഡ് കാണുന്നിടത്തും സാധനങ്ങളൊന്നും വാങ്ങിക്കരുത്. എടാ മരമണ്ട, ഹലാൽ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താന്ന് പോലും മനസ്സിലാക്കാത്ത താനൊക്കെ ഏത് കോത്തായത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ? ഈ സൈഡിലേക്ക് ഒന്ന് നോക്ക്. അതായത് നമ്മുടെ മുസ്ലിം ജിഹാദികളുടെ നാട് അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്ത് നടക്കുന്ന ദീപാവലി ഉത്സവങ്ങളോ അല്ലെങ്കിൽ ദീപാവലിയുടെ ലൈറ്റിങ്ങും കാര്യങ്ങളായി കാണുന്നത് എന്താ അല്ലേ? ദുബായിൽ നടക്കുന്ന, ദുബായിൽ ഇങ്ങനെ ഒക്കെ നടക്കും അല്ലേ? അതായത് എന്താ അവിടെ ഏറ്റവും കൂടുതൽ 75% ആരാണ്? മുസ്ലിങ്ങളുള്ള സ്ഥലത്ത്, ശരിയ നിയമമുള്ള സ്ഥലത്ത്. നമ്മുടെ രാജ്യത്ത് 2047 ആകുമ്പോഴേക്കും മുസ്ലിങ്ങൾ പിടിച്ചെടുക്കുമെന്നും പറഞ്ഞ് പേടിച്ച് ഇപ്പം തന്നെ തൂറിരിക്കുക. ആര്? ഹിന്ദുക്കളല്ല, സംഖ്യകൾ. അവരെങ്ങാനും വന്ന് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ വെറും 14% ഉള്ള മുസ്ലിങ്ങളാണ് 2047 ആകുമ്പോഴത്തേക്ക് ഇവിടെ 100% ആവുമെന്നും പറയാൻ നടക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ശരിയ നിയമം വരും, ഇവിടെ അതാക്കും. വെറുതെ പറയുന്ന ഈ പാവം സംഖ്യകളെ പറ്റിക്കാൻ ഇച്ചിരി വോട്ടിന് വേണ്ടി പറയുന്നതാണ്. അതിനേക്കാൾ വലിയ ശരിയ രാജ്യങ്ങളായിട്ടുള്ള സ്ഥലത്തൊക്കെ നടക്കുന്ന സംഭവം കാണുന്നത്. ഇത് മാത്രമല്ല, ഈ ഫയർ വർക്ക് വേറെ വരുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ലൈറ്റിംഗ് മാത്രമാണ്. ഈ ഫയർ വർക്ക് പുറത്ത് കെട്ടിരാ കണ്ടോ, ഭയങ്കര രസമാണ്. ഒരു കൺട്രോളും ഇല്ല. നിങ്ങൾ എന്ത് വേണം ചെയ്തോ, ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരുന്നാൽ മതി. അവിടെയാണ് ഈ മെയിൻ സംഭവം ഉള്ളത്. ഇവിടെ നമ്മുടെ നാട്ടിലെ ഈ ഇപ്പോൾ നിങ്ങൾ കേരളം അങ്ങോട്ട് മാറ്റി വിടും. നിങ്ങൾ മറ്റേ ബാംഗ്ലൂരോട്ടോ അല്ലെങ്കിൽ ചെന്നൈയിലോട്ടോ അല്ലെങ്കിൽ മുംബൈ, ഡൽഹി, ഗുഡ്ഗാവ് ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ശല്യമാണ്. ദീപാവലിയൊക്കെ ആയിക്കോട്ടെ, ദീപാവലി ഈ മുസ്ലിങ്ങളെ ശല്യം ചെയ്യുന്ന നല്ല ടൈം പറഞ്ഞു. അങ്ങനെ വളച്ചൊടിക്കാൻ നിൽക്കരുത്. ദീപാവലിയുടെ പടക്കം പൊട്ടിച്ച് റോട്ടുമക്കൂടെ പോണ ആൾക്കാർക്കും വണ്ടിക്കാർക്കും എല്ലാവർക്കും ശല്യമാണ്. ഒക്കത്തിന് ആ അവസ്ഥയിലാണ് നമ്മൾ പടക്കം പൊട്ടിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഡൽഹിയിലൊക്കെ പൊല്യൂഷൻ്റെ അളവ് നമ്മൾ കണ്ടുല്ലേ, ലോകത്തെ ഏറ്റവും മോശപ്പെട്ട വായുവായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമ്മളത് നടത്തും. അതൊക്കെ നടക്കും. ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിക്കോട്ടെ, നിങ്ങൾ എന്ത് വേണം ചെയ്തോ. ഇതേ സ്ഥാനത്ത് ദുബായിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണിത്. ബാക്കിയുള്ളവർക്ക് ശല്യമാവാണ്ട് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ആർക്കില്ല. അല്ലാണ്ട് നമ്മളെ രാജ്യത്തെ വെറും ഒരു 14-15% ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാലും 25% മേലോട്ട് കൂടാൻ പോകുന്നില്ല ഈ പെർസെൻറ്റേജ് എന്നുള്ളത് അതിൻ്റെ സത്യം. കറക്റ്റ് കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ. എന്നിട്ടാണ് ആ പറഞ്ഞ പെർസെൻറ്റേജ് ഈ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാണ്ടാക്കും. ഇവിടെ കാഫിറുകളെ നടക്കുകയാണ് അല്ലെങ്കിൽ കാഫിറുകളെ കൊന്നൊടുക്കുകയാണ്. ഇവിടെ നമുക്കൊന്നുമില്ല, ഒരു ഹിന്ദുക്കളെ ഉണരൂ എന്നും പറഞ്ഞ് നടക്കുന്ന അവസ്ഥ. നമ്മുടെ നാട്ടിലെ സംഘപരിവാണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ പോട്ടെ, ഇനി US പോയി കഴിഞ്ഞാൽ നമ്മുടെ മോദിയുടെ സ്വന്തം ബ്രണ്ട് അല്ലെങ്കിൽ US ഇഷ്ടംപോലെ സംഖ്യകളുണ്ട് കേട്ടോ. സംഖ്യകളെ കൊണ്ട് കുത്തി നിറഞ്ഞിരിക്കുന്ന US എല്ലാത്തിൻ്റെയും അണ്ണാക്കിൽ പിരിവെട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഉള്ളത്. ആ കൂട്ടത്തിൽ ഇന്നലെ US നടന്നിട്ടുള്ള ദീപാവലി ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ ദീപാവലി പടക്കം പൊട്ടിച്ചതിൻ്റെ മൂട്ടിൽ കൊണ്ടിട്ടാണ് വെള്ളടിക്കുന്നത് ഏത് US പോലീസെ. അതായത് ഒരു സ്ഥലത്ത് ഒരു കൾച്ചർ പോയിട്ട് അങ്ങ് ഇല്ലാണ്ടാക്കുകയാണ്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് കെട്ടിക്കയറി പോയിട്ട് അവിടെ മുസ്ലിം ഭീകരരുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മുസ്ലിം ഭീകരരുള്ളതുകൊണ്ടൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. അതൊരു സെക്ഷൻ നടക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. വേറെ നിൻ്റെയൊക്കെ മാതിരി കാട്ടിക്കൂട്ടൽ ഒരു മറ്റേ ക്രിസ്ത്യൻ രാജ്യത്ത് പോയിട്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവിടുത്തെ നദികളിലും അവിടെയും ഇവിടെയൊക്കെ ഗണപതി ഒപ്പനെ കൊണ്ട് മുക്കും. അവിടെ പോയിട്ട് സോപ്പിട്ട് കഴുകി ചന്തി വരെ കഴുകി പോരും. അവിടുത്തെ എന്താ പറയുക, ചെറിയ തടാകത്തുനിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ റോട്ടിലൊക്കെ ഇറങ്ങി എല്ലാ കോപ്രായങ്ങളും കാണിക്കും. കുറേ ജയശ്രീരാം വിളിക്കും. ആ വിളിച്ചതിന് ചോദ്യം ചെയ്തവനെ എല്ലാം പോവും. അത് ജയശ്രീരാം ആണല്ലോ ഇപ്പോൾ അമ്മമാരുടെ ഏറ്റവും തല്ലിൻ്റെ ഏറ്റവും വലിയ അജണ്ട. അതാണ് ഒരു വയലൻസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും ഫസ്റ്റ് വിളിക്കേണ്ട ഇത് മുദ്രാവാക്യം തരാം, ജയ് ശ്രീരാം, എന്നിട്ട് പോയി ഇടിക്കുക. ഇതൊക്കെയാണ് അവിടുത്തെ തെരുവുകളിൽ നടക്കുന്നത്. അത് US UK അയർലാൻഡിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ. അവിടെ പോയിട്ട് കുട്ടിച്ചോറാക്കി വൃത്തികെട്ട എല്ലാ ചെറ്റത്തരും പോയി ചെയ്യുക. അവസാനം അവിടുന്ന് ആൾക്കാരെ കൊണ്ട് അടിച്ച് പായിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഹനുമാന്റെ പ്രതിഭ അങ്ങ് ടാക്സസിൽ ഹനുമാന്റെ പ്രതിഭല്ലേ പൊളിക്കണം എന്നും പറഞ്ഞിട്ട് അവിടുത്തെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരാൾ വന്നിരുന്നില്ലേ, നമ്മളത് കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദുക്കളെ തന്നെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് പറഞ്ഞത്. അതും പറഞ്ഞത് ആരാ? ട്രംപിന്റെ തന്നെ ഒരു രാഷ്ട്രീയ അനുഭാവി അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ കൗൺസിലറിന്റെ അണ്ടറിൽ വരുന്ന ഏതൊരു പോസ്റ്റിലുള്ള ആളാണ് പറഞ്ഞത്. ഹിന്ദുക്കളെ മൊത്തം അടിച്ചു ഓടിക്കണം അമേരിക്കയിൽ. ഇവന്മാരെ കൊണ്ട് നാറ്റുമാണ്, മണവുമാണ്, വൃത്തികേടുമാണ്, കാണിക്കുന്ന എല്ലാ ഉളുപ്പില്ലാത്ത ചെറ്റത്തെ പരിപാടികൾ അതാ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊന്നും നമ്മൾ കാണൂല. അപ്പോൾ അമേരിക്കയിൽ വെള്ളം അടിച്ചിട്ട് പടക്കക്കാരൻ പറഞ്ഞേക്കുന്നത് ഇപ്പുറത്തെ ദുബായിൽ വന്നിട്ട് നിങ്ങൾ പടക്കം പൊട്ടിച്ചോ, നിങ്ങൾ ലൈറ്റ് കത്തിച്ചോ, നിങ്ങൾ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്തോ, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു കുഴപ്പമില്ല. പരാതി ഇല്ലാത്തടത്തോളം കാണാം, ആർക്കും ഒരു കുഴപ്പമില്ല.
ഇതൊക്കെയാണ് നമ്മുടെ പുറം രാജ്യങ്ങളിൽ നടക്കുന്നത്. ഇതൊന്നും അറിയാത്ത സംഖ്യകളാണ് ഇവിടെ കിടന്നിട്ട് ഈ കടകൂടെ വർത്താനം പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുന്നത്. അത് കേരളത്തിലാണെങ്കിലും ബെസ്റ്റാണ്, കുറേ ചെറ്റുകളുണ്ട്. ഈ കേരളത്തിൻ്റെ പുറത്തോട്ട് പോയാൽ അതിനേക്കാൾ വലിയ പരമ ചെറ്റുകളുണ്ട്. ഇന്ന് ഏറ്റവും വലിയ ഊപ്പിയിലെ ഊമ്പിയെ ഊക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹലാൽ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹലാലായിട്ടുള്ള ബോർഡ് വെക്കുന്ന കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കരുത്. എന്താ ഹലാൽ എന്ന് പറഞ്ഞ ബോർഡ് വെക്കുന്ന കടകളിൽ നിങ്ങൾ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ 500 കോടിയുടെ മേലൊക്കെ അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഇവന്മാർ, ലവ് ജിഹാദിന് വേണ്ടിയിട്ടാണ് ഇവന്മാർ പ്രയോഗിക്കുന്നത്. എങ്ങനെയുണ്ട്? എന്ത് വലിയ മരവാണ് ആ ചെങ്ങായി പറഞ്ഞു കിട്ടുക. आप जब कोई सामान खरीदते हैं तो सामान खरीदते समय एक चीज जरूर देखिए, क्या उसमें हलाल सर्टिफिकेशन तो नहीं लिखा हुआ है। यानी हर वस्तु में हलाल सर्टिफिकेशन हमने यूपी में बैन किया है। मुझे लगता है कि आज यूपी के उत्तर प्रदेश के अंदर कोई उसको खरीदने का या कोई बेचने का दुस्साहस नहीं करेगा। लेकिन आप आश्चर्य करेंगे, साबुन का भी हलाल, कपड़े का भी हलाल, दियसलाई का भी हलाल। मैं बहुत था, एक अधिकारी बोला साहब इसमें, मैंने कहा भी देखो नहीं एक षड्यंत्र है भाई। मैंने कहा माचिस को झटका वाला है, आप एक झटके में लगाएंगे तो तभी आग जलेगा, आप हलाल करते रहेंगे तो कभी जलेगी नहीं वो माचिस। तो मैंने कहा इससे बड़ा झूठ क्या हो सकता है। आप सोचो, और हमने जब कार्रवाई प्रारंभ की 25,000 करोड़ रुपए देश के अंदर हलाल सर्टिफिकेशन से होता है, और भारत सरकार की या राज्य सरकार की किसी भी एजेंसी ने उन्हें मान्यता नहीं दी है। ये सारा का सारा पैसा आतंकवाद के लिए, लव जिहाद के लिए और धर्मांतरण में दुरुपयोग होता है। और इसीलिए उत्तर प्रदेश ने इसके खिलाफ बड़ी कार्रवाई प्रारंभ की है कि हलाल सर्टिफिकेशन के नाम पर भारत के उपभोक्ताओं का शोषण करने वालों के खिलाफ सख्त कार्रवाई होनी ही चाहिए। और इस कार्यक्रम को हमें भी सतर्कता पूर्वक देखना चाहिए। कोई सामान खरीदते हैं तो जरूर देखिए कि जीएसटी हमें देना है, लेकिन ये भी देखिए कि हलाल सर्टिफिकेशन के नाम पर एक फूटी कौड़ी भी नहीं देनी। ഇതാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലായി എന്തെങ്കിലും? ഹലാൽ ബോർഡ് കാണുന്നിടത്തും സാധനങ്ങളൊന്നും വാങ്ങിക്കരുത്. മരമണ്ട, ഹലാൽ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താന്ന് പോലും മനസ്സിലാക്കാത്ത താനൊക്കെ ഏത് കോത്തായത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ? ഇമ്മാതിരി ഒരു ഉളുപ്പില്ലാത്ത സാധനം വേറെ ഈ ഇന്ത്യയിൽ വേറെ ഇല്ല കേട്ടോ. മുഖ്യമന്ത്രിമാർ, ഈ പറഞ്ഞ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെല്ലാം ഊക്കന്മാരാണ്. അതിലേറ്റവും വലിയ ഊക്കനാണ് ഇയാൾ പറഞ്ഞത്. എന്താ വെച്ചാൽ ഒന്നും വേണ്ട, ഒരു ഹലാൽ തന്നെ ഏറ്റവും മിനിമം ഒരു എക്സാമ്പിൾ പറയാം. അതായത് നീയൊക്കെ ഒരു കോഴിയുടെ കഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നൊരണ്ടി കൊന്ന് അതിനെ തിന്നു. അതുപോലെ മുസ്ലിങ്ങൾ അതിനെ കഴുത്തിൽ കറക്റ്റായിട്ട് അറുത്തൊരു പ്രാർത്ഥന ചൊല്ലി ബിസ്മി ചൊല്ലി അറുത്ത് ആ ബ്ലഡ് അതിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അത് കഴിക്കും. അത് ഹലാലായി. ഇപ്പുറത്തുള്ളത് ഹലാലല്ലാത്തതായി. ഇത്രയേ ഉള്ളൂ. ഇത് കഴിച്ചാലും ഇപ്പം ഈ പറഞ്ഞ കോഴി വാങ്ങിച്ചാൽ 250 കൊടുക്കണം. ഇപ്പോൾ ഹലാലായി കഴിച്ചാൽ 250 കൊടുക്കണം. ഏതായാലും കൊടുക്കണം. പക്ഷെ ഹലാൽ എന്നുള്ളൊരു അറബിക് വേർഡ് അവിടെ വന്നുപോയി. ഹലാൽ എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ വിചാരം ഈ ഹലാലായിട്ട് കിട്ടുന്ന പൈസ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ തീവ്രവാദത്തിന് കൊണ്ടുപോകണേ, അല്ലെങ്കിൽ ലവ് ജിഹാദിന് തിരുത്തുക. അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ബോധമേ ഉള്ളൂ. സംഖ്യയല്ലേ, സംഖ്യ എന്നും സംഖ്യ തന്നെ. സംഖ്യ നന്നാവൂല. കോഴിക്ക് മുല വന്നാലും സംഖ്യക്ക് ബുദ്ധി വെക്കൂല. ഇനിയിപ്പോൾ എന്തൊക്കെ കൊത്തി മറിട്ടും കാര്യമില്ല, സംഖ്യ എന്നും ഇടുന്നത് ചാണകമായിരിക്കും, തിന്നുന്നതും ചാണകമായിരിക്കും, ഒഴിക്കുന്നതും ചാണകമൂത്രമായിരിക്കും, പശുവിൻ്റെ മൂത്രമായിരിക്കും. അതുകൊണ്ട് സംഖ്യൻ്റെ വായിന്ന് ഇപ്പോൾ അത് മുഖ്യമന്ത്രി ആയാലും വേണ്ടില്ല, പ്രധാനമന്ത്രി ആയാലും വേണ്ടില്ല, അതിൻ്റെ കൊമ്പത്ത് അപ്പുറത്തുള്ള ഏത് മന്ത്രി ആയാലും വേണ്ട, സംഖ്യയാണോ നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് സംഖ്യയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ സംഖ്യയോട് ഞാൻ അതാ പറയാം, ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ അന്ന് മനസ്സിലാവും. അത് കണ്ട് കലിതുള്ളി ചാടി കളിക്കുന്ന സംഖ്യകൾ നമ്മുടെ അല്ലെങ്കിൽ കൂട്ടത്തിലുണ്ട്. ഇപ്പം കൈയടിക്കാനായിട്ട് കുറേ വാണസംഖ്യകൾ ഇപ്പം കൈയടിക്കും. എന്ത് കഷ്ടമല്ലേ. അതൊക്കെ പോട്ടെ, നമ്മൾ ആ ഹലാലിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞില്ലേ. ഈ ഹലാലൊന്ന് മാറ്റി ഇങ്ങനെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി നിങ്ങൾ അപ്പുറത്തോട്ട് നോക്കി. അതിനൊക്കെ വലിയ ഇത് ഇന്നലെ ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഏതൊരു അമ്പലത്തിൽ നടന്നിട്ടുള്ള പ്രസാദം, അതായത് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പ്രസാദം കൊടുക്കാൻ ആളുകളെ പറഞ്ഞിട്ടതാണ്. പട്ടിണിയായിരിക്കുക പാവങ്ങൾ. പട്ടിണി കൊണ്ടാണ് മതിരാഫറിൻ്റെ ഫുഡിലോട്ട് മൊത്തം ചാടി കയറി അതെല്ലാം കൂടെ എന്തിലൊക്കെ ഇട്ട് കൊണ്ടുപോകുക. പറയുമ്പോൾ ഹലാൽ അല്ലെങ്കിൽ ഹലാൽ വന്നോണ്ട് പറയുമ്പം എന്താ പറയുക പ്രസാദമൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അതൊക്കെയാണ് കഴിക്കുന്നത്. പാവങ്ങളാണ്. സംഖ്യകളെന്നും പാവങ്ങളാണ്. പൈസ അല്ല, ബിസിനസ് ചെയ്യാൻ അറിയില്ല, ഒരു നല്ല ജോലി കിട്ടാൻ വിദ്യാഭ്യാസം ഉണ്ടാവില്ല. ഇനി വിദ്യാഭ്യാസം കിട്ടി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി ചാണം തിന്നതിൻ്റെയും പശുവിൻ്റെ മൂത്രം കൊടുക്കുന്നതിൻ്റെയും കണക്ക് പറഞ്ഞാൽ അവിടെ നിന്ന് നാണക്കേടാവും. ഇതാണ് സംഖ്യൻ്റെ ഒരു അവസ്ഥ. ഒരു നിലയില്ലാന്ന്, ഒരു പൈസയില്ല, ഒന്നുമില്ലാണ്ട് ഇത്രയും കാലം വിളിച്ചിട്ട് അന്ധഭക്തരായിട്ട് ജീവിച്ച് ചാവുക എന്നല്ലാണ്ട് ഇറ്റളെ കൊണ്ട് ഒരു ഗുണമില്ലാണ്ട് ഇപ്പോൾ ഈ രാജ്യത്തിന്. വേറെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇന്നലെ ദീപാവലി കഴിഞ്ഞു. ദീപാവലി കഴിഞ്ഞിട്ട് മറ്റേ എന്താ പറയുക 1000 ദീപങ്ങൾ കത്തുന്നൊരു പരിപാടി ഉണ്ടല്ലോ അല്ലേ. എന്താണ് പറയല്, ദീപോത്സവം അല്ലേ. നമ്മുടെ അയോധ്യയിൽ നടക്കുന്ന ദീപോത്സവമാണ്. ഇത്രയും പൈസ ചിലവാക്കി എല്ലാ പരിപാടിയും ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പാവങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് അവിടുത്തെ ബാക്കി മറ്റേ ദീപത്തിലെ ഈ ദിയയിലെ എണ്ണ വന്നിട്ട് ശേഖരിച്ച് അത് വീട്ടിലെ പാചകങ്ങൾക്കും
പറയാൻ എണ്ണൊന്നും വാങ്ങാൻ പൈസ ഇല്ല. അയോധ്യയാണ്, രാമരാജ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ 10,000-4,000 കോടിക്ക് വലിയൊരു അമ്പലം പണിതെന്നുള്ള അമ്പലത്തിന്റെ ചുറ്റിലൊക്കെ പട്ടിണി പാവങ്ങളാ. അതുകൊണ്ടാണ് അവിടെ BJP തോറ്റ അമ്പിപ്പോയതും. രാജ്യസഭ ലോക്സഭ ഇലക്ഷനിലെ BJP ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അയോധ്യയിൽ നിന്നിട്ട് അയാളാണ് സമാജ്വാദി പാർട്ടിന്റെ പുള്ളിയ ജയിച്ചത്. അവിടെ BJP ജയിച്ചിട്ടില്ല. കാരണം എന്താ? ഇമ്മാതിരി പരിപാടികളെ കാണിക്കുകയുള്ളൂ. വേറെ 5 പൈസക്ക് ഉപകാരം ഇപ്പറ നാട്ടുകാർക്കില്ലേ? കിട്ടുന്ന പൈസക്ക് അല്ല കിട്ടുന്ന ദിയയിലും കിട്ടുന്ന എന്താ പറയുക ഇതൊക്കെ കൂടെ എടുത്തിട്ട് പാവങ്ങൾ കണ്ടോടത് കൊണ്ട് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവരാണ്. അവർക്ക് ദീപാരാധന ദീപങ്ങളും 1000 സഹസ്ര അല്ലെ 10,000 ദീപങ്ങൾ കത്തിച്ചിട്ട് 1 മിനിറ്റിന് അത് കാണാൻ നല്ല രസമുണ്ട്. കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അച്ചിരി എണ്ണം കൂടെ എടുത്തോട്ടെ എന്ന് നോക്കുന്നു. എന്താ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ട് വേണം എന്തെങ്കിലും തിന്നാനേ ഞമ്മാൻ. ആ പാവങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇവിടെ നടക്കുന്ന ദീപാവലി ഇതാണ്. ദുബായിൽ നടക്കുന്ന ദീപാവലി നമ്മൾ കണ്ടു. ഈ പറഞ്ഞ പോലെ യു പിയിലെ ഏറ്റവും പ്രധാന എന്താ പറയുക സംഖ്യയായിട്ടുള്ള ഉപ്പം പറഞ്ഞത് നമ്മൾ കേട്ടു അല്ലേ? ഇങ്ങനെയാണ് നമ്മളെ രാജ്യത്ത് ഇവന്മാർ ഓരോ പരിപാടി ചെയ്തു വെക്കുന്നത്. പട്ടിണി പാവങ്ങളായിട്ടുള്ള സംഖ്യകളെ കണ്ണ് തുറക്ക്. നിങ്ങളുടെ കണ്ണ് വെറുതെ തുറന്നിട്ട് ഈ പറഞ്ഞ ഡാഷ് മക്കൾ പറഞ്ഞ കേൾക്കാനല്ലാതെ നിങ്ങൾ ഉൾക്കണ്ണ് തുറക്കും. നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ സ്റ്റാൻഡ് ഇവിടെ ഒന്ന് നോക്ക്. കഴിഞ്ഞ ദിവസം എന്താ പറയുക ഇവിടെ അല്ലായിരുന്നോ പൂനെയിൽ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ, ഒരു ഫോട്ടോയിൽ നിസ്കരിച്ചതിൻ്റെ അവിടെ പശുവിൻ്റെ മൂത്രവും തളിച്ച് അതിൻ്റെ മേലെ ചാണകം തേച്ച് ശുദ്ധികലശം ചെയ്താൽ അതിൻ്റെ നേതൃത്വം കൊടുത്തത് ആരാണ്? നമ്മുടെ രാജ്യസഭ MP. ഇത്ര ചിന്തിക്കാനുള്ള കഴിവേ ഇവന്മാർക്കുള്ളൂ. ഇത്രയേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. ഉൾക്കണ്ണ് തുറന്ന് നിൻ്റെയൊക്കെ അവസ്ഥ, നിൻ്റെയൊക്കെ പരിതാപകരമായ അവസ്ഥ, തിന്നാനും ഇല്ല തൂറാനും കക്കൂസ് പോലും ഇല്ലാത്ത നിൻ്റെയൊക്കെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നീ ജയ് വിളിക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് കണ്ണ് തുറക്ക് പ്ലീസ്. ജീവിക്കണ്ടേ? എല്ലാ കാലം ചെറ്റക്കുടിൽ ജനിച്ച് വളർന്ന് ചത്ത് ഒടുങ്ങിയാൽ മതിയോ നിനക്കൊക്കെ? ഒരു നല്ല ജീവിതം വേണ്ടേ? ഈ മുസ്ലിങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. രാജ്യത്ത് ഒരു വലിയ പെർസെൻറ്റേജ് മുസ്ലിങ്ങൾ പഠിപ്പുമുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലി ചെയ്യുന്നു, നല്ല ബിസിനസ് ചെയ്യുന്നു, നല്ല സ്ഥലത്ത് പോയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. പഠിക്കവരെ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങളെ നീ എടുത്തു നോക്ക്, സുഖമായിട്ട് ജീവിക്കുന്നു. ഈ സംഗീസം ഒഴിവാക്ക്. നിൻ്റെയൊക്കെ മൈൻഡിലോട്ട് കയറുന്ന ആ ഒരു എന്താ പറയുക അന്ധമൂത ഭക്തങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭക്തിയൊക്കെ ഒഴിവാക്ക്. എന്നിട്ട് ജീവിക്കാൻ പഠിക്കുക. ഇങ്ങനെ പറയിപ്പിക്കല്ലേ ഒരു രാജ്യത്തിൽ വേണ്ടിയിട്ട് പ്ലീസ്.